ചില സൂത്രപ്പണികൾ വാസ്തുപരമായിട്ട് ചെയ്ത് ഭൂമിയിൽ ചെയ്തിട്ട് 41 ദിവസം കഴിയുമ്പോൾ ഇതിനെ ആൾക്കാർ തിരക്കി വരും. ഒരു OLX പരസ്യം ഒന്നും ഇല്ലാതെ തന്നെ ആ വസ്തു വിൽക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെയായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ എന്നും ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ താമസിക്കണവർക്ക് ഐശ്വര്യം ഉണ്ടാവും. ഒരു വീട് എന്നതിന് മുൻപ് നമുക്ക് ആദ്യം വേണ്ടത് ഭൂമിയാണ്. ഭൂമിയുടെ വാസ്തു നോക്കുന്നവരുണ്ട്, പക്ഷെ ചിലർക്ക് സ്വന്തമായി ഭൂമി ഇല്ലാത്തവരുമുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില വാടക വീടുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് പിന്നെ പുതിയ വീട് വെച്ചിട്ടേ മാറിയിട്ടുള്ളെന്ന്. ചിലർക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി മാത്രമേ യോഗമുള്ളൂ. അതൊക്കെ എന്തുകൊണ്ടാണ്? അതും ഈ വാസ്തുവും വസ്തുവും ഒക്കെ ബന്ധപ്പെട്ടാണോ ഇരിക്കുന്നത്? ചില ആൾക്കാരുടെ ജാതക പ്രകാരം ജനിച്ച സമയത്തിന്റെ ഇതനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ട് വീട് അനുഭവിക്കാനുള്ള യോഗം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ വാടക വീട്ടിൽ കുറച്ച് നാൾ താമസിക്കുമ്പം ഇവർക്ക് ഈ ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വരും. ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിപരീത രാജയോഗവും 4ാം ഭാവാധിപന്റെ ദശയും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്ന സമയത്ത് സ്വന്തമായിട്ട് വീട് വയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഈ പുത്രന്മാരുടെ യോഗങ്ങൾ കൊണ്ടായിരിക്കാം പിന്നെ ചിലപ്പോൾ വീടുണ്ടാകണേ. അങ്ങനെയുള്ള ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന അവർക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും. അവർക്ക് സ്വന്തം വീട് വെച്ചാൽ ദുരിതം വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഈ വീട് വയ്ക്കാനുള്ള യോഗം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വാടക വീട് സജസ്റ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങളിപ്പോൾ തൽക്കാലം വാടക വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായി വലുതായി വരുമ്പോൾ അവരുടെ യോഗം കൊണ്ട് നല്ല വീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ജാതക പ്രകാരവും ചിലപ്പം കുറെ കാര്യങ്ങളെല്ലാം മാറി വരും. ഒരു 40-45 വയസ്സ് കഴിയുമ്പം ജനിച്ച സമയത്തിന്റെ ഇതിൽ നേരെ മാറി തിരിച്ചു വരും. അന്നേരം നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് കൺസൾട്ടേഷൻ എടുക്കുന്നതാണല്ലോ, അതിൽ തന്നെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി നാളായിട്ട് വാടക വീട്ടിൽ തന്നെയാണ്, ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് വേണം എന്നുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ജ്യോതിഷ സംബന്ധമായിട്ടും സാറിന് അറിയാവുന്ന ഈ വാസ്തു സംബന്ധമായിട്ടും എന്തെങ്കിലും പരിഹാരങ്ങളും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടാവും? തീർച്ചയായിട്ടും നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ വീട് വയ്ക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് നോക്കിയിട്ട് ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും വീട് ഉണ്ടാക്കിയെടുക്കാനുള്ള ചില വഴിപാടുകളും പൂജകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ വിളിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം അത്ര ദോഷങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അത് നോക്കി നമുക്ക് പരിഹാരം ചെയ്ത് നമുക്ക് വീട് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ചോദ്യത്തിൽ പറഞ്ഞായിരുന്നു, ചില വീടുകളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ വീടിനപ്പുറത്തൊരു വാടക വീടുണ്ട്, അവിടെ ആരെല്ലാം വന്ന് താമസിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ ഒരു കഷ്ടകാലത്തിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുണ്ടാവും, പിന്നീട് അവരൊരു പുതിയ വീട് വെച്ചിട്ടേ മാറിയിട്ടുള്ളൂ. ചില വീടുകളിൽ താമസിച്ചാൽ അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്. ചില വീടുകൾ വളരെ നന്നായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നല്ല, അവരതിൻ്റെ നല്ല രീതിയിൽ തന്നെയായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ എന്നും ഭാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ താമസിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാവും. അവരുടെ കഷ്ടകാലം തന്നെ ചിലപ്പോൾ ആ വീട്ടിൽ താമസിച്ച് മാറും. അവർക്ക് വീട് വയ്ക്കാനുള്ള യോഗവും മറ്റു വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗവും ഒക്കെ അവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ആ വച്ച് കൊടുത്ത വീടിന്റെ ഉടമസ്ഥന്റെ നല്ലത് കൊണ്ടാണ്. അയാളുടെ നല്ല സമയത്തായിരിക്കും അയാൾ ആ വീട് വയ്ക്കണത്. അയാൾക്ക് ഒത്തിരി പൈസ ഉണ്ടാപ്പം വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കണം. അങ്ങനെ വീട് വെച്ചപ്പം നല്ല രീതിയിൽ തന്നെ അയാൾ വീട് വെച്ചു. അവിടെ വന്ന് താമസിക്കുന്നവർക്ക് ആ ഐശ്വര്യം മുഴുവൻ വന്നുകൊണ്ടിരിക്കും. അവന് സ്ഥലമില്ലാത്തവനായിരിക്കും, ചിലപ്പം വീട് ഇല്ല, സ്ഥലവും ഇല്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഒരവസ്ഥ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്. അവിടെ വന്നവരൊക്കെ വീട് വെച്ച് മാറും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഒരു ഭൂമിയിൽ താമസിക്കുന്നു, അപ്പോൾ ഒരു രക്ഷപ്പാടില്ല, നിങ്ങളിത് വിറ്റ് കളയുന്നതായിരിക്കും നല്ലത്, ആ ഒരു വക്കില് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭൂമികളെല്ലാം പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോ വിറ്റുപോക്ക്, ഭൂമി വിൽപ്പന എന്ന് പറഞ്ഞ ഒത്തിരി ബിസിനസ് ഉണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ചില സൂത്രപ്പണികൾ വാസ്തുപരമായിട്ട് ചെയ്ത് ഭൂമിയിൽ ചെയ്തിട്ട്, ഒന്നും യന്ത്രം ഉണ്ടാക്കി കുഴിച്ചിട്ടില്ല, ചില ചെടികൾ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 41 ദിവസം കഴിയുമ്പോൾ ഇതിനെ ആൾക്കാർ തിരക്കി വരും. ഒരു OLX പരസ്യം ഒന്നും ഇല്ലാതെ തന്നെ ആ വസ്തു വിൽക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ചില വൃക്ഷലതാദികൾ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ തനിയെ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമി ദേവത നിന്നിൽ നിന്ന് പോട്ടെ
അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അത് പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ വിറ്റുപോകും. അല്ലാണ്ട് യന്ത്രങ്ങൾ കൊണ്ട് വിറ്റുപോകും. അത് അതുപോലെ പവർഫുള്ളായിട്ട് ശക്തമായിട്ട് നല്ല രീതിയിൽ എഴുതിയിടുന്ന ഇത് കൊണ്ട് പോകും. അത് 5% ആൾക്കാർ പോലും കറക്റ്റായിട്ട് ചെയ്യും. 5% ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ അത് ബിസിനസ്, വസ്തു വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിലെ കൊണ്ടുവന്ന് യന്ത്രം കുഴിച്ചിടും. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇപ്പം ഞാൻ എന്നെ ഉദാഹരണം പറയാം. എനിക്ക് ഓൾറെഡി വീടുണ്ട്. ഞാനൊരു സ്വന്തം തന്നെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതുവരെ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ അടുത്തൊരു പുതിയ പ്രോപ്പർട്ടി വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം വീട് വെച്ചിട്ടില്ല, ഞാനവിടെ താമസിക്കുന്നുമില്ല. പക്ഷെ അതെൻ്റെ പേരിൽ വാങ്ങി. അതിനുശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലപ്പോൾ ആ സ്ഥലത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ ദൈവ ചൈതന്യം ഉണ്ടാവും. അതവിടെ വന്ന് പണ്ട് കുടിയിരിക്കുകയോ പൂജ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഭൂമി ആയിരിക്കാം. അതവർ നമ്മൾക്കും പൂർവികർ ചെയ്ത ആ ദോഷങ്ങൾ കൊണ്ട് അത് നമ്മളിലേക്ക് വന്നു ഭവിക്കണമാണ്. നമ്മളത് ആ ഭൂമിയുടെ ഉടമസ്ഥനായപ്പം അതിൻ്റെതായ പൂജകൾ ചെയ്ത് മാറ്റണം. അത് ശുദ്ധീകരിക്കണം. സ്ഥലശുദ്ധി 7 തരത്തിലുള്ള ശുദ്ധികളുണ്ട്. സാധാരണ ഭൂമി കൾട്ടിവേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുണ്ട്. അത് കൂടാണ്ടാണ് ഈ പൂജകൾ. ഇതുപോലുള്ള ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് പൂജ കഴിച്ച് അതല്ലെങ്കിൽ അത് ആവാഹിച്ച് അല്ലെങ്കിൽ പൂജിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ ചൈതന്യം മാറ്റിക്കൊടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ദുരിതം ഒഴിഞ്ഞു കിട്ടുള്ളൂ. അതങ്ങനെ ചെയ്താൽ മാത്രം ഐശ്വര്യമാകുന്ന ചില ഭൂമികളുണ്ട്. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭൂമികളും ഇല്ലേ? അതുണ്ട്. അത് എന്തായിരിക്കും? അവിടെ വരുന്ന ദോഷങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കും? അത് പല അവിടെയുള്ള ചില വൃക്ഷങ്ങൾ, അവിടെ ചില പോക്കുവരത്ത് എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയും. ഇതേ കൊണ്ടാണ് അവിടെ ആ ഭൂമി ഒന്നിനും കൊള്ളില്ലാതെ വന്നത്. അതിനും ചെറിയ മാർഗങ്ങളല്ല, അത് വലിയ മാർഗങ്ങളിലൂടെ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ചെറിയ പണി കൊണ്ട് അവിടെ ഒന്നും നടക്കില്ല. ശരി, പോക്കുവരത്ത് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എൻ്റെ ഒരു കേട്ടറിവ് വെച്ചിട്ട് അവിടുത്തെ ദൈവങ്ങൾ, മൂർത്തികളുടെ സഞ്ചാരം, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്നറിയില്ല. ശരിക്കും അതെന്താ പോക്കുവരത്ത് എന്ന് പറഞ്ഞത്? സർപ്പം, അതുപോലെ രക്ഷസ്, ഇങ്ങനെ ഉള്ളതിനെ വെച്ചിട്ടാണ് ജ്യോതിഷത്തിൽ പറയണത്. അവിടെ രക്ഷസിന്റെ അല്ലെങ്കിൽ ഒരു ഭദ്രയുടെ പോക്കുവരത്തുണ്ടെന്നൊക്കെ. ഇത് എഫക്റ്റ് ചെയ്യേണ്ടത് ശരിക്കും സൗത്തിലേക്കുള്ള ഭൂമി, സൗത്ത് വെസ്റ്റിലേക്കുള്ള ഭൂമി, ഇതിലൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒത്തിരി പറമ്പുണ്ടായിരുന്നു. ഈ പറമ്പുകളിൽ സൗത്ത് വെസ്റ്റും സൗത്തും ഒക്കെ അങ്ങനെ നമുക്ക് ഒന്നിച്ചൊരു കോമ്പൗണ്ടിനകത്തായിരിക്കും. അപ്പോൾ അവിടെ വേറെ പലതരം എനർജി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ സർപ്പത്തിൻ്റെ ഇതുണ്ടാവും. സർപ്പം എന്ന് പറഞ്ഞ സർക്കിൾ ഫോം ഓഫ് എനർജിയാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. എനർജിയിൽ തന്നെ സർക്കിൾ ഫോം ഓഫ് എനർജി, അതിനെയാണ് സർപ്പം എന്ന് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അത് നമ്മളതിനെ ഒരു പണ്ട് കാലത്തൊരു മൂലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതിനെ സങ്കല്പിച്ച് അങ്ങോട്ട് മാറ്റി ഒരു വിളക്ക് കത്തിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നടക്കില്ല. അത് നമ്മളെല്ലാം ക്ഷേത്രത്തിലേക്ക് മാറ്റും പിന്നീട്. അതാണ് പോക്കുവരത്ത് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് തെക്ക് പടിഞ്ഞാറ് മൂല എനർജി ഉണ്ട്. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അതിനുള്ള പൂജകൾ ചെയ്ത് താമസിക്കാം. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.